നാട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഊട്ടിക്ക് മറ്റൊരു തുണക്കാരനോട് ചോദിച്ചു ഊട്ടിക്ക് പോകല്ലേ ചോദിച്ചു. ഒറ്റ മൈൻഡിൽ ഊട്ടിക്ക് പോകല്ലേ ചോദിച്ചു. എന്നാൽ പോകുകയായിരുന്നു. അപ്പോൾ ആ പോക്കാണ് നേരെ വണ്ടിയിലും കയറി നേരെ നമ്മളെ മസനഗുടി വഴി ഊട്ടിക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെയാണ് കയറി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തത് നമ്മൾ മസനഗുടി കാട്ടുന്നതാണ് കേട്ടോ. മസനഗുടി കാടൊക്കെ നല്ല മഞ്ഞിലാൽ പുതച്ചുകൊണ്ട് നല്ല അടിപൊളി പൊളി വൈബായിയാണ് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ഇത് നമ്മളെ തൊപ്പക്കാട് മുതൽ എന്താണ് മസനഗുടി ടൗൺ വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഉള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മോയാറും മറ്റേ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണാണ്ട്. അപ്പോൾ നമ്മൾ മസനഗുടി വരെയുള്ള വീഡിയോസുകളും കാര്യമായിട്ട് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. മൃഗങ്ങളെ കാണാൻ തന്നെയാണ് ഇതില് പോന്നല്ല വെറുതെ. മുന്നേ പോയതാ ഒരു 10-15 കൊല്ലായി പോയിട്ട്. നമ്മളെ ഗിരീഷിന്റെ ഇവിടെയൊക്കെ കാണാൻ ഓരോന്ന് ഇരിക്കണ സാധനം. ഇപ്പൊ അങ്ങനെയല്ലേ കൊല്ലം അടിപൊളി അടിപൊളി. ആന 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 കണ്ടോളി മക്കളെ കണ്ടോളി. കാടൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്. ഫുള്ള് കോട മൂടിയോണ്ട് ആകെ ഒന്നും കാണില്ലല്ലോ. ഇപ്പൊ ആനുണ്ടെങ്കിലും കാണൂല, പോത്തുണ്ടെങ്കിലും കാണൂല. മാനെങ്കിലും കാണലുണ്ട്, ഒരു മാന്റെ കൊമ്പ് കണ്ടില്ല, ഒരു നാണിമാനയിലും കാണുന്നില്ല. റീലിട്ടിട്ടേ ഇതൊക്കെ ഇന്നുണ്ട്. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം കാണാൻ. സഫാരി ഉള്ളിൽ പോയാൽ തന്നെ കടുവനെയൊന്നും കാണുന്നത് എവിടെ കാണണേ? അതൊക്കെ ഒരു ഭാഗ്യാണ്. കൊന്നപ്പൂവൊക്കെ എല്ലായിടത്തും പൂത്തൊക്കെ ഉണ്ടല്ലേ, വിശ്വയില്ലേ? യോഗല്ലുണ്ണി അതൊക്കെ അവിടെ ഞമ്മള് കണ്ടോ? നമ്മള് മറ്റേ കാട്ടിൽ കയറുമ്പോ എന്തായാലും നമ്മള് കാണും. മസനഗുടി വഴി ഊട്ടിയിലേക്ക്. ഇവിടെ തന്നെ നിർത്ത്. പിന്നെ മസനഗുടി വഴി ഊട്ടിക്ക് പറഞ്ഞാണ്ട് ഈ ആ ചങ്ങായിൻ്റെ റീൽസിൽ ഇപ്പോൾ ഒരുപാട് ഓനാണ് ഫേമസ് ആയി. അദ്ദേഹം അതുപോലെ മറ്റുള്ളവരും ഫേമസ് ആയി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ടുള്ള കല്ലട്ടി ചുരം വഴി ഊട്ടിക്ക് ഏകദേശം 2-3 മാസത്തോളം അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായി ഇപ്പോൾ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഊട്ടിക്ക് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ റീൽസ് എത്താണ് സഞ്ചാരികളുടെ പർദീസയായ മസനഗുടി വഴി ഊട്ടിക്ക് നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. സകല റീൽസിലും എന്താ പറയാ ഫേമസ് ആയ ഒരു സ്ഥലം മസനഗുടി വഴി ഊട്ടി.
ഇതിൽ പിന്നെ പോവാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. എന്താ വെച്ചാൽ അത്രയും ജനങ്ങളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു കിടിലൊരു സ്ഥലം കൂടിയാണ്. പിന്നെ കാടൊക്കെ മഞ്ഞിലാൽ പുതച്ചുകൊണ്ട്, ഫോറസ്റ്റൊക്കെ എന്താ ചെയ്യുക, കോടം മഞ്ഞിലാൽ പുതച്ചുകൊണ്ട് ഒരു കിടിലം വൈബായി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ ഫോറസ്റ്റിൻ്റെ, അതായത് മസനഗുഡി ചുരത്തിൻ്റെ ഉള്ളിലാണ്, കാടിൻ്റെ ഉള്ളിലാട്ടോ. എന്താ രസം കാടൊക്കെ കാണാൻ. രാവിലത്തെ വൈബാണിത്, മോർണിംഗ് വൈബാണിത്. എന്താ രസം കാണാൻ. ഒറ്റ മൈൻഡിൽ പുറപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറയുക, ഊട്ടി പോകുക, ഊട്ടിയിൽ നിന്ന് പിന്നെ തിരിച്ചു പോരുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ പാളി. കാരണം എന്താ വെച്ചാൽ രാത്രി 8 മണിക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്ട് ഒറ്റ മൈൻഡിൽ പുറപ്പെട്ടുകാണ്ട് ഞങ്ങൾ എന്നാൽ മസനഗുഡി വഴി തന്നെ ആയിക്കോട്ടെ കാരണം ഊട്ടിക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നു. ഞാനും എൻ്റെ വേറൊരു 2 തുണക്കാരും പോന്നു. കാറിൽ പോകുന്ന മൃഗങ്ങളൊക്കെ കാണാൻ വിചാരിച്ചാണ് തൊപ്പക്കാട് ആ കാട്ടിലൊക്കെ അവിടെ നിന്ന് സ്റ്റേ ചെയ്തു. പക്ഷേ കാട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ആനയും 2-3 കാട്ടുപോത്തിനൊക്കെ ഉണ്ട്. അതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പകൽ നമ്മൾ മൃഗങ്ങളൊക്കെ കാണുന്നില്ല പ്രതീക്ഷയിൽ നമ്മൾ നിന്ന് നമ്മളെ പ്രതീക്ഷകളെല്ലാം പുകാളി. എന്ത് ചെയ്യും, ചിലവർക്കൊരു ചില ഭാഗ്യമാണ്, മൃഗങ്ങളെ കാണുന്ന ചില ഭാഗ്യമാണ്. അതാണ് ഇതിലൂടെ ഈ കാട്ടിലൂടെയൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ. ചിലപ്പോൾ നല്ലോ മൃഗങ്ങളെ കാണാം, ചിലപ്പോൾ ഒരു മാനിനെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊക്കെ ഓരോരോ ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തൊപ്പക്കാട്ടിൽ നമ്മൾ ചെക്ക് പോസ്റ്റിൽ കടന്നു കണ്ട് അവിടെ നിന്ന് ഒരു കാലി ചായ പോലും കിട്ടിയില്ല. കാരണം രാത്രി നട്ടപ്പാതിരിക്ക് വന്നുകൊണ്ട് അവിടെ ഒരു പീടി തുറന്നിട്ടില്ല. അപ്പോൾ ഒരു കാലി ചായയും കോയും കിട്ടിയിട്ടില്ല. പിന്നെ പട്ടിയാക്കണം, 3 ആളും പട്ടിയാക്കണം. അപ്പോൾ മസനഗുഡി ടൗണിൽ എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മസാല ദോശയും വടയും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ കുടിച്ചപ്പോഴാണ് സമാധാനമായത്. കാരണം ചായ കുടിച്ച ഒന്നും കഴിക്കാത്തതുകൊണ്ട് ആകെ ഒരു പള്ളൻ്റെ ഉള്ളിലൊക്കെ ഗ്യാസ് കയറി ആകെ തൂഫാനായി. അതാണ് കുടിച്ചപ്പോൾ പിന്നെ ഉഷാറായി. അപ്പോൾ 3 ആളും അടിപൊളി ഫുഡാട്ടോ അവിടുത്തെ. അത് പറയാം, ഫുഡിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. മസാല ദോശയും ചായയും വടയും പരിപ്പ് വടയും നല്ല മസാല ദോശയും നെയ്യത്താണ്, വടയും ചട്നിയും ഒക്കെ പാടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഇതാണ് ആ മറ്റേ എന്താണ് ഞങ്ങൾ കഴിച്ച കട. മസനഗുഡി ടൗണിൽ തന്നെയാണ് ഇതിൻ്റെ ഈ കട. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് ജീപ്പ് സവാരിയൊക്കെ ഉണ്ട്. ഞങ്ങളോട് ചോദിച്ചു ഓഫ് റോഡ് ജീപ്പ് സവാരിയൊക്കെ വേണമെന്ന് ചോദിച്ചു. അതുപോലെ എത്ര 1200 എങ്ങനെയായിട്ട് റേറ്റും പറഞ്ഞു. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ചെയ്തു. പിന്നെ നമുക്ക് വണ്ടി ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയോട്ടോ. ഇനി അവിടുന്ന് എങ്ങോട്ടാണ് പ്ലാൻ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഇടയിലാണ് നമ്മൾ ഇനി മോയാറിലെ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്റ്റാച്ചു.